പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും അല്ലാതെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു തോരനാട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക് അരിഞ്ഞെടുത്തത്, കരിയാപ്പില. മുട്ടയാട്ടോ നമ്മൾ തോരൻ വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിയ ശേഷം സവാള ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം, കരിയാപ്പില ഇട്ട് കൊടുക്കാം, ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതായത് നമ്മൾ മുട്ടയ്ക്കും കൂടെ ആവശ്യമുള്ള ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഒന്ന് വഴണ്ട് വരട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് മുട്ട ഇങ്ങനെ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വന്ന ശേഷം നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഉള്ളി വഴണ്ട് വന്ന ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അധികം മസാലയൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടത്തോരനാട്ടോ. നമ്മളൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യും. പിള്ളേർ പറയും ഇതുപോലെ ഉണ്ടാക്കി തരാനും പറയും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ മുട്ട തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ്ട് ഉള്ളിയും വഴണ്ട് വന്നു, തക്കാളിയും വഴണ്ട് വന്ന്. ഇനി നമുക്കിതിലേക്കൊന്ന് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത് രണ്ടും മാത്രം മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലത് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ വേറെ മുളക് പൊടിയോ വേറെ എന്തെങ്കിലും കുരുമുളക് പൊടിയോ ഒന്നും വേണ്ട കേട്ടോ. ഇത് രണ്ടും മാത്രം മതി കേട്ടോ. ഈ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം മതിയേ. 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാമേ. മുട്ടയും കൂടെ ഒഴിച്ച ശേഷം നമുക്ക് നല്ലതുപോലെ അതിന് ചിക്കി ഇളക്കണം. വെള്ളമയം ഇല്ലാതെ തന്നെ നല്ലതുപോലെ നമുക്ക് ചിക്കി തോർത്തിയെടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടത് കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. അന്നേരം ഇട്ട ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിനി ഒന്ന് നമുക്ക് നല്ലതുപോലെ ചിക്കി തോർത്തിയെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടത്തോരനാട്ടോ. അധികം മസാലയൊന്നും ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു മുട്ടത്തോരനാണ് കേട്ടോ. പെട്ടെന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശകലം വെള്ളമയം കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് പോകുന്നവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലേ? അടിപൊളി ടേസ്റ്റാട്ടോ മുട്ടത്തോര ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടത്തോരനാട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ടത്തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.